ഇസ്രയേൽ ഗസയിൽ കയറി നല്ല പെരുക്കാത്തതിന് ട്രംപിന് വലിയ മനപ്രയാസമാണെന്ന് തോന്നുന്നു. ട്രംപ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ ദിവസം അറിയാമല്ലോ, ശനിയാഴ്ച ഫെബ്രുവരി 15 12 മണി ഡെഡ് ലൈനായിരുന്നു ട്രംപ് പറഞ്ഞത്. എല്ലാ ബന്ദികളെയും വിടണം, എല്ലാ ബന്ദികളെയും വിട്ടില്ലെങ്കിൽ ഗസയ്ക്ക് മുകളിൽ നഗരം പൊട്ടി വീഴുമെന്നാണ് ട്രംപ് പറഞ്ഞത്. അതുവരെ ബന്ദികളെ വിട്ടുകൊടുക്കത്തില്ല, ഇസ്രയേൽ ഞങ്ങൾക്ക് ടെൻറ്റുകൾ തരുന്നില്ല, താമസ സൗകര്യം തരുന്നില്ല, പെട്രോൾ തരുന്നില്ല, ഡീസൽ തരുന്നില്ല, വലിയ ഹെവി എക്യുപ്മെൻറ്റ്സ് ഈ മറ്റേ കെട്ടിടങ്ങൾ താർന്നു കിടക്കുന്നതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് തരുന്നില്ല, അതുകൊണ്ട് ബന്ദികളെ ഒന്നും വിടത്തില്ല എന്ന് പറഞ്ഞ ഹമാസ് ആവട്ടെ ട്രംപിൻ്റെ ഭീഷണി വന്ന ഉടനെ, അന്ത്യശാസനം വന്ന ഉടനെ ഖത്തറിനെയും ഈജിപ്തിനെയൊക്കെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ വിട്ടയക്കാം, ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ക്ഷമിക്കാൻ പറ, ട്രംപ് അണ്ണനോട് ക്ഷമിക്കാൻ പറ എന്നൊക്കെ പറഞ്ഞിട്ട് ബന്ദികളെ വിടാൻ തയ്യാറായി. ഇന്നലെ ബന്ദികളെ വിട്ടു. 3 പേരെയാണ് വിട്ടത്. ലെയർ ഹാൻസൺ എന്ന് പറഞ്ഞ 46-കാരൻ, അസർബൈജാൻ ഇസ്രയേൽ പൗരത്വമുണ്ട്. ഡക്കൻ ചെൻ 36 വയസ്സ്, US ഇസ്രയേൽ പൗരനാണ്. അലക്സാണ്ടർ ട്രഫ്നോവ് 29 വയസ്സുള്ള റഷ്യൻ ഇസ്രയേൽ പൗരനാണ്. അത് അവിടുത്തെ കാര്യം അങ്ങനെയാണ്, ഒരാൾക്ക് ഇസ്രയേലിലൊക്കെ ഇരട്ട പൗരത്വമാകാം. നമുക്ക് ഇന്ത്യക്കാർക്ക് ഒറ്റ പൗരത്വം പറ്റുള്ളൂ. വേറൊരു രാജ്യത്തിൻ്റെ പൗരത്വം എടുത്താൽ നമ്മുടെ പൗരത്വം റദ്ദാകും. അതാണ് രാഹുൽ ഗാന്ധിയുടെ കേസ്. രാഹുൽ ഗാന്ധിക്ക് ബാക്കോപ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി ലണ്ടനിലുണ്ടായിരുന്നു. ലണ്ടനിൽ ആ കമ്പനി തുടങ്ങാൻ നേരത്ത് രാഹുൽ ഗാന്ധി താൻ ബ്രിട്ടീഷ് പൗരനാണെന്ന്, ബ്രിട്ടീഷ് പൗരത്വം സ്വീകരിച്ചു എന്ന് പറയുന്നതാണല്ലോ കേസ്. സുബ്രഹ്മണ്യം സ്വാമി കൊണ്ടുവന്ന കേസ് ഇപ്പോൾ കോടതി കിടക്കുകയാണ്. അവിടെ രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനാണെന്ന് പറഞ്ഞ് നികുതി അടച്ചതിൻ്റെ രേഖകളുമൊക്കെ സഹിതമാണ് കേസ് കോടതിയിലെത്തിയിരിക്കുന്നത്. അതെന്താകുമെന്ന് നമുക്ക് കാത്തിരിക്കാം. ആഭ്യന്തര വകുപ്പിൻ്റെ വിശദീകരണം എന്താണ് എന്ന് കോടതി നിലപാടും ചോദിച്ചിരിക്കുകയാണ്. ഏതായാലും നമുക്ക് ഒറ്റ പൗരത്വം പാടുള്ളൂ. വേറെ പൗരത്വം എടുത്താൽ ആ സെക്കൻഡിൽ ഇന്ത്യൻ പൗരത്വം റദ്ദാവും. പക്ഷേ ഇസ്രയേലിലും അമേരിക്കയിലുമൊക്കെ പല രാജ്യങ്ങളിലും 2 പൗരത്വം സ്വീകരിക്കാം. അങ്ങനെയുള്ള 3 പേരെ വിട്ടയച്ചു. അവരൊരു ചടങ്ങൊക്കെ വെച്ചിട്ടാണ് ഹമാസ് വിട്ടയച്ചത്. മുഖം മൂടി ധരിച്ച തീവ്രവാദികൾ വന്നിട്ട് തോക്കുമൊക്കെ പിടിച്ചുകൊണ്ട് ഇവരെ വിട്ടയച്ചു. റെഡ് ക്രോസിന് കൈമാറി റെഡ് ക്രോസ് കൊണ്ടുപോയി വിട്ടയച്ചു. ഇത് കണ്ടപ്പോൾ ട്രംപ് പറഞ്ഞ എന്താണെന്നറിയാം, 3 പേരെ വിട്ടു, കൊള്ളാം, പക്ഷേ എല്ലാവരെയും വിടണം, അതാണ് എൻ്റെ സ്റ്റാൻഡ്. അത് വിട്ടില്ല. ഇസ്രയേലിന് എന്ത് വേണേലും ചെയ്യാം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ബന്ദികളെയും ഇവന്മാർ വിട്ടില്ല. ആദ്യഘട്ട കരാറിൻ്റെ ഭാഗമായി 3 പേരെ വിട്ടു. 2ാം ഘട്ട കരാർ ഈ വരുന്ന മാർച്ച് മാസം ആദ്യം തുടങ്ങാനിരിക്കുകയാണ്. അതേക്കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ല. മിക്കവാറും സെക്കൻഡ് ഫേസിലുള്ള ചർച്ചയുടെ ഭാഗമായുള്ള ബന്ദിമോചനം നടക്കുന്ന കാര്യം സംശയമാണ്. അല്ലെങ്കിൽ നടക്കരുത് എന്ന് ട്രംപിനൊരു താല്പര്യമുണ്ടോ എന്ന് സംശയം. കാരണം ട്രംപിന് ഈ പറയുന്ന പലസ്തീനുകളെയൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ട് അവിടെയൊക്കെ അടിച്ച് പൊളിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ കടലോര സുഖവാസ കേന്ദ്രമായി ഗാസ സ്ട്രിപ്പിനെ മാറ്റണമല്ലോ. അതുമാത്രമല്ല, ബെൻഗൂറിയൻ കനാൽ ഉൾപ്പെടെയുള്ള സൂയസ് കനാലിന് ബദലായിട്ട് ട്രംപ് പദ്ധതിയിടുന്ന ഇസ്രയേലിൻ്റെ ഡ്രീം പ്രൊജക്റ്റായ ബെൻഗൂറിയൻ, ആദ്യത്തെ ഇസ്രയേലിൻ്റെ രാഷ്ട്രപിതാവാണ്, ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്, ബെൻഗൂറിയൻ്റെ സ്വപ്നമാണ് ആ കനാൽ വെട്ടേണ്ടത് ഗസയിലൂടെയാണ്. അതിന് ഇവിടെ ഉള്ള ഈ ശല്യങ്ങളെല്ലാം മാറ്റിയെടുക്കണം. ഈ തകർന്ന കെട്ടിടങ്ങൾ മാറ്റണം. അവിടെ ഹമാസിൻ്റെ ശല്യമുണ്ട്, അത് മാറ്റിക്കിട്ടണം. ഹമാസ് ഇനി ഉണ്ടാവത്തില്ല എന്നും ട്രംപ് പറയുന്നുണ്ട്. ഏതായാലും ട്രംപിന് അത്ര തൃപ്തിയില്ല. 3 പേരെ വിട്ടു. ആദ്യഘട്ട വെടിനിർത്തലിൻ്റെ ഭാഗമായുള്ള ബന്ദിമോചനം ഈ അടുത്ത ആഴ്ചയോടെ അവസാനിക്കാനിരിക്കുമ്പോൾ ട്രംപ് ഇന്നലെ പറഞ്ഞിരിക്കുന്നു ഇസ്രയേലിന് എന്തും ചെയ്യാം എന്ന് പറഞ്ഞു. എന്തും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എന്താണ് അതിൻ്റെ കൂടെ ട്രംപ് ചെയ്തത് എന്നുകൂടി അറിയണം. നമ്മുടെ പത്രങ്ങളൊന്നും വന്നിട്ടില്ല. അതായത് ട്രക്കുകൾ, ഇന്നലെ വരുന്ന വിഷ്വൽസ് എന്ന് പറഞ്ഞാൽ ഇസ്രയേലിലെ അഷ്ദോദ് തുറമുഖത്ത് നിന്നും കൂറ്റൻ കണ്ടെയ്നറുകളുമായി ട്രക്കുകൾ പോവുകയാണ്. ട്രക്കുകൾ അങ്ങനെ നിരനിരയായി പോവുകയാണ്. അതിൻ്റെ ചിത്രം ലഭ്യമാണ്. പാതിരാത്രിയിൽ അവിടുന്ന് കപ്പലിൽ നിന്ന് കൂറ്റൻ ക്രെയിനുകൾ ഉപയോഗിച്ച് വലിയ കണ്ടെയ്നറുകൾ പൊക്കിയെടുത്ത് കണ്ടെയ്നർ ലോറികളിൽ കയറ്റുന്നു. ഈ ലോറികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് സംഭവം എന്നറിയാമോ? നിറച്ച ആയുധങ്ങളാണ്. കപ്പൽ വന്നു, ഇസ്രയേൽ എന്ത് മാർക്കറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞ പ്രസ്താവനയുടെ ചൂടാറും മുമ്പ് കപ്പലിൽ നിന്ന് ആയുധങ്ങൾ ചെയ്യുകയാണ്. എന്തൊക്കെയാണ്? MK-84, 2000 IB മ്യൂണിഷൻ തുറമുഖത്ത്. 2000 IB എന്ന് പറഞ്ഞാൽ അതിമാരക ശേഷിയുള്ള ബോംബുകളാണ്. ഇതുവരെയുള്ള യുദ്ധത്തിൽ ഉപയോഗിക്കാത്ത ബോംബുകൾ എന്ന് പറഞ്ഞാൽ ഈ ബോംബുകൾ കൊടുക്കുന്നത് ബൈഡൻ വിലക്കിയിരിക്കുകയായിരുന്നു. ഇസ്രയേലിനെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇസ്രയേൽ ജയിക്കണ്ട എന്ന് പറഞ്ഞ് അതിപ്രകടശേഷിയുള്ള ബോംബുകൾ ബൈഡൻ സർക്കാർ പിടിച്ചു വെച്ചിരുന്നത് മുഴുവൻ ട്രംപ് ഇന്നലെ റിലീസ് ചെയ്തു.
എന്നിട്ടാണ് റിലീസ് ചെയ്ത് കപ്പൽ അവിടെ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് പറഞ്ഞത് അവന്മാർ മുഴുവൻ ബന്ദികളെയും വിട്ടില്ല. ഇസ്രായേൽ, നെതന്യാഹു, ബിബി ഇഷ്ടം പോലെ ചെയ്യാം, എന്തു ചെയ്താലും അമേരിക്ക കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ആയുധം കൊടുത്തിട്ടാണേ. ഒരുവൻ്റെ കയ്യിൽ ആയുധം കൊടുത്തിട്ട് നീ എന്ത് വേണേലും ചെയ്തോ, കരാറൊന്നും നോക്കണ്ട, എന്ത് വേണേലും ചെയ്തോ, എന്ത് വന്നാലും ഞാൻ കൂടെയുണ്ട്, നിനക്കൊരു പ്രശ്നം ഉണ്ടാകുന്നവരെ കൂടെ ഉണ്ടാവുന്നല്ല, നിനക്ക് പ്രശ്നം ഉണ്ടായാലും നീ പോയി പ്രശ്നം ഉണ്ടാക്കണം, എന്നിട്ട് വേണം എനിക്കൊന്ന് ഇടപെടാൻ എന്ന ലൈനിലാണോ ട്രംപ് ഇപ്പോൾ നിൽക്കുന്നതെന്നൊരു സംശയമുണ്ട്. കാരണം ആ തുറമുഖത്ത് ഇറങ്ങിയ ഈ കണ്ടെയ്നർ ലോറികൾ പോകുന്ന ചിത്രവും വീഡിയോ ഒക്കെ ലഭ്യമാണ്. ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രിയുടെ പേര് തന്നെ ഇസ്രായേൽ ചേർത്തിട്ട് ഇസ്രായേൽ കാറ്റ്സ് ഈ കണ്ടെയ്നർ കണക്ക് ആയുധങ്ങൾ കിട്ടിയപ്പോൾ സന്തോഷവാനാണ്. അദ്ദേഹം പറഞ്ഞു, ഇത് ഞങ്ങളുടെ എയർഫോഴ്സിനും IDF-നും വലിയ നിർണായകമായ സ്വത്തുക്കളാണ് കിട്ടിയിരിക്കുന്നത്. അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം, ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപും തമ്മിലുള്ള ബന്ധത്തിൻ്റെ തെളിവാണിത്. ഇത് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ എന്തിനാണ് ഒരു വെടിനിർത്തൽ കരാർ നിലനിൽക്കെ വലിയ തോതിൽ ടൺ കണക്കിന് ഫണ്ട് എന്ന് പറയുന്നത്? ഇസ്രയേലിനും ഫണ്ടും കൂടിയാണല്ലോ. കാരണം ഇസ്രയേലിനെ കയറി ചൊറിഞ്ഞു, ഇസ്രയേൽ മാന്തി തകർത്ത് വാരിയിട്ടിരിക്കുകയാണ്. ഏതായാലും ഈ നമ്മുടെ റേഡിയോയുടെ പരസ്യം പറയുന്ന പോലെ FM റേഡിയോയുടെ പരസ്യമാണല്ലോ, ടൺ കണക്കിന് ഫണ്ട് എന്ന് പറയുന്നതിൽ ടൺ കണക്കിന് ബോംബുകൾ, അതും ഏറ്റവും മാരകമായ പ്രഹരശേഷികൾ, ഒരെണ്ണം ഇട്ട ഒരു പഞ്ചായത്ത് മുഴുവൻ ഇല്ലാതായി പോകും. അതുപോലത്തെ ബോംബുകളെല്ലാം ഇസ്രയേലിന് ഇപ്പോൾ കൊടുത്തിരിക്കുക. ഇതിൻ്റെ ഒരു കണക്കും ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇസ്രായേൽ പ്രതിരോധ വകുപ്പിൻ്റെ ഒരു കണക്കും കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് യുദ്ധം തുടങ്ങിയതിന് ശേഷം ഒക്ടോബർ 23 2023 ഒക്ടോബർ 7 ഈ ഇസ്രായേലിൽ കയറിയിട്ട് ഹമാസ് ചൊറിഞ്ഞത്. 7-ാം തീയതി വൈകിട്ട് അല്ലെങ്കിൽ 8-ാം തീയതി രാവിലെ മുതൽ തിരിച്ചടി തുടങ്ങി. അതിനുശേഷം ഉള്ള കണക്കാണ് 76,000 ടൺ മിലിറ്ററി എക്യുപ്മെൻറ്റ്സ് ഇസ്രായേലിലേക്ക് വന്നു. 76,000 ടൺ. ഈ 76,000 ടൺ ആയുധങ്ങൾ, മിലിറ്ററി ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഗസയിൽ ഈ പ്രഹരം മുഴുവൻ നടത്തിയത്. ഗസയിൽ വല്ലതും മിച്ചം കാണുമോ? ഗസ തവിട് പൊടിയായി കിടക്കുന്നു. അത് റബിൾസാണ്. അത് ക്ലീൻ ചെയ്യാൻ ഒരു 10 വർഷമെങ്കിലും എടുക്കും എന്ന് ട്രംപ് പറയുന്നത് ചുമ്മാതല്ല. 76,000 ടൺ സംഭവങ്ങളാണ് അവിടെ വീണത്. അതിൻ്റെ കണക്കുമുണ്ട്. 678 ചരക്ക് വിമാനങ്ങളിലും 129 ഷിപ്പുകളിലുമായിട്ടാണ് ഇസ്രയേലിന് ഗസയെ അടിക്കാനുള്ള ആയുധങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി വന്നത്. 129 കപ്പലുകൾ, 678 ചരക്ക് വിമാനങ്ങൾ. അങ്ങനെ ആയുധങ്ങൾ കൊണ്ടുവന്നിട്ടാണ് ഇസ്രയേൽ ഈ പെരുക്ക് മുഴുവൻ പെരുക്കിയത്. ഇന്ത്യയിൽ നിന്നും പോയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് വെടിയുണ്ടകൾ, ഷെല്ലുകൾ ഒക്കെയാണ് പോയത്. അപ്പോൾ അതിന് പുറമെ ഇപ്പോൾ അമേരിക്ക അഷ്ദോ തുറമുഖത്ത് നിന്നും ഇറക്കിയ ഈ ഭീകര പ്രകടനശേഷിയുള്ള ബോംബുകൾ ഇപ്പോൾ ഇസ്രയേലിൻ്റെ ആയുധപ്പുരകളിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ട്രംപ് പറഞ്ഞത് വീണ്ടും ബാക്കി നിൽക്കുന്നു, എന്തു വേണേലും ചെയ്തോ, അമേരിക്ക കൂടെയുണ്ട്. അപ്പോൾ യുദ്ധത്തിൻ്റെ ഗതി എങ്ങനെയായിരിക്കും, എന്താണ് വെടിനിർത്തലിൻ്റെ ഭാവി മാർച്ച് മാസത്തിൽ എന്നത് കണ്ടു തന്നെ അറിയണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.